പൊന്നാനി ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ട പ്രവർത്തികൾ ഡിസംബറിൽ പൂർത്തീകരിക്കാൻ തീരുമാനം. പൊന്നാനിയിലെ പദ്ധതി പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പി നന്ദകുമാർ MLA വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചു മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുന്ന ബസ് സ്റ്റാൻഡിന്റെ താഴത്തെ നിലയിലെ പ്രവർത്തികൾ ഡിസംബർ മാസത്തിൽ പൂർത്തീകരിക്കുമെന്ന് കരാർ കമ്പനിയുടെ ഉറപ്പ്. മുകൾ നിലയുടെ പ്രവർത്തികൾക്കായി 70 ലക്ഷം രൂപയുടെ പുതിയ എസ്റ്റിമേറ്റ് ഉടൻ സമർപ്പിക്കാനും സാങ്കേതിക അനുമതി ലഭ്യമായാലുടൻ പ്രവർത്തികൾ ആരംഭിച്ച് മാർച്ച് മാസത്തിനകം ബസ് സ്റ്റാൻഡ് പൂർണ്ണമായും തുറന്നുകൊടുക്കാനും യോഗത്തിൽ ധാരണയായി. പുതുപ്പൊന്നാനി ആയുർവേദ ആശുപത്രിയുടെ താഴത്തെ നിലയുടെ നിർമ്മാണം മെയ് മാസത്തിൽ പൂർത്തീകരിക്കാൻ യോഗത്തിൽ കരാർ കമ്പനിയോട് നിർദ്ദേശിച്ചു. എല്ലാവരും വിളിച്ചു ചേർത്തുകൊണ്ട് റിവ്യൂ മീറ്റിംഗ് നടത്തി. ആ റിവ്യൂ മീറ്റിങ്ങിനകത്ത് അവർക്ക് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളെ പറ്റി ചർച്ച ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇടപെടേണ്ട ഗവൺമെൻറ് ഇടപെടേണ്ട കാര്യം ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. അതല്ലാത്ത രൂപത്തിലേക്കുള്ള സ്ലാക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് നടത്തുന്നതിലുള്ള കുറവുകൾ, അതായത് അവർ വേണ്ടത് ശ്രദ്ധിക്കാത്തതിൻ്റെ ഫലമായിട്ടാണെങ്കിൽ അതും ചർച്ച ചെയ്തു. അത് പൂർത്തീകരിക്കുന്നതിനാണ് സെപ്റ്റംബർ വരെ കാലാവധി നീട്ടി നൽകണമെന്നായിരുന്നു കരാർ കമ്പനിയുടെ ആവശ്യം. മാതൃശിശു ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിന് സംസ്ഥാന സർക്കാരിന്റെ ലൈസൻസ് ലഭിക്കുന്ന മുറയ്ക്ക് പ്രവർത്തനം ആരംഭിക്കാനും ഇതിനകം ആവശ്യമായ ഉപകരണങ്ങൾ എത്തിച്ച് ബ്ലഡ് ബാങ്ക് തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനമായി. ബ്ലഡ് ബാങ്കിന് മുകളിലെ നിലയിൽ പേവാർഡ് ആരംഭിക്കുന്നതിനുള്ള പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ നിർമ്മാണ കമ്പനിയായ വാപ്കോസിന് നിർദ്ദേശം നൽകി. പി നന്ദകുമാർ MLAയുടെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിൽ പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.